ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ മയക്കുമരുന്നിന്റെ മാരകമായ പിടിയിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ആഭ്യന്തര വകുപ്പ് അതീവ ജാഗ്രതയോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോട്ടിക്സ് ഹണ്ട് പദ്ധതിക്ക് തമിഴ്നാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണവും ശക്തവുമായ പിന്തുണ പ്രഖ്യാപിച്ചു. ഈ വിപുലമായ പദ്ധതിയുടെയും ലഹരി വിരുദ്ധ ക്യാമ്പിന്റെയും ഭാഗമായി കൊച്ചിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന വൻ ലഹരി വിരുദ്ധ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നേരിട്ട് കേരളത്തിലെത്തും. മലയാള സിനിമയുടെ ജനപ്രിയ താരം മോഹൻലാലിനൊപ്പം അദ്ദേഹം ഒരേ വേദിയിൽ ചടങ്ങിന്റെ ഭാഗമാകുമെന്നും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കൈകോർക്കുമെന്നും കേരള ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഔദ്യോഗികമായി അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ചെന്നൈയിൽ വെച്ച് നടത്തിയ അതീവ നിർണായകമായ ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കേരള ആഭ്യന്തരമന്ത്രി ഈ സുപ്രധാന വിവരം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഒന്നിച്ച് അണിനിരക്കുന്ന ചരിത്രപരമായ ഈ ലഹരി വിരുദ്ധ സംയുക്ത മുന്നേറ്റം രാജ്യത്തിന് തന്നെ വലിയൊരു ആഭ്യന്തര സുരക്ഷാ മാതൃകയാണെന്നും അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൂട്ടിച്ചേർത്തു. ലഹരി പദാർത്ഥങ്ങളുടെ അന്തർ സംസ്ഥാന കടത്ത് പൂർണ്ണമായും തടയുന്നതിനായി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ ഇരു സംസ്ഥാനങ്ങളുടെയും സംയുക്ത സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതനുസരിച്ച് അതിർത്തി മേഖലകൾ പൂർണ്ണമായും ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസിന്റെ കടുത്തതും കർശനവുമായ തത്സമയ നിരീക്ഷണത്തിലായിരിക്കും. ഇതിനു പുറമെ ലഹരി വ്യാപാരവുമായി ബന്ധപ്പെട്ട നിർണായക ഇന്റലിജൻസ് വിവരങ്ങളും രഹസ്യ റിപ്പോർട്ടുകളും ഒട്ടും വൈകാതെ ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ പരസ്പരം കൈമാറാനും ഉന്നതതല കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുണ്ട്. അന്തർ സംസ്ഥാന ലഹരി മാഫിയകളുടെയും വിതരണ ശൃംഖലകളുടെയും വേരറക്കാൻ ഈ സംയുക്ത നീക്കം വലിയ രീതിയിൽ സഹായിക്കുമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം ദക്ഷിണേന്ത്യയെ പൂർണ്ണമായും ലഹരിമുക്തമാക്കുക എന്ന വലിയൊരു ലക്ഷ്യത്തോടെ തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് വെച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി വിപുലമായ ഒരു സംയുക്ത യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാരും അതോടൊപ്പം തന്നെ കേരള, ലക്ഷദ്വീപ് കസ്റ്റംസ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, സ്റ്റേറ്റ് ഇന്റലിജൻസ് ബ്യൂറോ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തുടങ്ങിയ രാജ്യത്തെ പ്രമുഖ കേന്ദ്ര സുരക്ഷാ ഏജൻസികളിലെ ഉന്നത ഉദ്യോഗസ്ഥരും സജീവമായി പങ്കെടുത്തു. ഈ ഉന്നതതല യോഗത്തിന്റെ നേരിട്ടുള്ള തുടർച്ചയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി കൂടുതൽ ശക്തമാക്കാനും കൂടുതൽ സംസ്ഥാനത്തിലേക്ക് വ്യാപിക്കാനും തീരുമാനിച്ചത്. ഇതിന്റെ ആദ്യപടിയായി പദ്ധതിയിൽ പങ്കാളിയായ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും തങ്ങളുടെ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ഓരോ SP-മാരെ നോഡൽ ഓഫീസർമാരായി അടിയന്തരമായി ചുമതലപ്പെടുത്തും. വിവിധ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സുരക്ഷ ഏകോപനവും വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതും തടസ്സമില്ലാതെ ഉറപ്പാക്കുക എന്നത് ഈ നോഡൽ ഓഫീസർമാരുടെ പ്രധാന ചുമതലയായിരിക്കും. രാജ്യത്തിന് മുഴുവൻ വലിയ മാതൃകയാകുന്ന ഒരു വലിയ ആഭ്യന്തര സുരക്ഷാ ഏകോപനത്തിന് തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിലൂടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. മയക്കുമരുന്നിനെതിരെയുള്ള സംയുക്ത മുന്നേറ്റത്തിനായുള്ള കേരളത്തിന്റെ പ്രത്യേക അഭ്യർത്ഥന വളരെ ആദരവോടും അനുകൂലമായും സ്വീകരിച്ച അയൽ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ അടിയന്തരമായി ചുമതലപ്പെടുത്തിയ വിവിധ ഭരണകൂടങ്ങൾക്കും അദ്ദേഹം തന്റെ നന്ദി രേഖപ്പെടുത്തി. കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ലഹരി വിരുദ്ധ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയും നടൻ മോഹൻലാലും ഒരുമിച്ച് അണിനിരക്കുന്നത് പുതിയ യുവതലമുറയ്ക്ക് ലഹരിക്കെതിരായുള്ള ശക്തവും ഫലപ്രദവുമായ സന്ദേശം എത്തിക്കാൻ സഹായിക്കുമെന്നാണ് ക്യാമ്പയിൻ സംഘാടകരും സർക്കാരും പ്രതീക്ഷിക്കുന്നത്.